നീ ചികിത്സിക്കുന്നവരെ ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ അവർക്ക് വട്ടാകും. മോള് പറഞ്ഞില്ല ഇറങ്ങി പോവാൻ. പിന്നെ എന്തിനാ ഇവിടെ നിന്ന് വളവളാന്ന് സംസാരിക്കുന്നത്? എടാ, വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരോട് വളവളാന്ന് സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ലടാ. ഒരു കാര്യം നീ ഓർപ്പിച്ചോ, നീ നടുന്ന വിത്ത് പോലെയാ നിന്റെ ഈ ഭാര്യ. എത്ര ആത്മാർത്ഥത കാണിച്ചാലും രണ്ടും ഫലം തരില്ല. ഇറങ്ങിപ്പോ, ഇറങ്ങാനല്ലേ പറഞ്ഞേ? എന്റെ ഉണ്ണിയേട്ടാ, ഇനി ഇങ്ങനെ പറയുന്നത് കേട്ട് ഓടിപ്പിടിച്ച് വരരുത്. എന്നെ വെറുതെ സംശയിച്ച ഉണ്ണിയേട്ടനോട് ഞാൻ ഇറങ്ങിപ്പോകാൻ പറയേണ്ടി വരും. പോട്ടെ വിജിതേ, ദീപന്റെ ബുള്ളറ്റ് തന്നെയാ നമ്മുടെ റോഡിലിരുന്നത്. ആദ്യം എനിക്ക് മനസ്സിലായില്ലെങ്കിലും ദീപന്റെ പേര് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ, ദീപേട്ടന് ചൂണ്ടയിടുന്നത് വലിയ ഇഷ്ടാ. അതിന് വന്നതായിരിക്കും. ഉണ്ണിയേട്ടനൊന്ന് പോയി നോക്കിയേ, അവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ നോക്കാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോ ഈ വീട്ടിലേക്ക് ദീപം വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ദീപം വന്നിട്ടുണ്ടല്ലോ. പിന്നെ നീയുമായിട്ട് ഒന്നിച്ചൊരു മുറിയിൽ കഥ കുടച്ചിരുന്നാ അത് സംശയിക്കേണ്ടി വരും. അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ. എന്തായാലും ഇങ്ങനൊരു അച്ഛനും അമ്മയും ലോകത്ത് ഒരു മക്കൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. പട്ടി ചന്തയ്ക്ക് പോയ പോലെ വന്നിരിക്കുക. അവനകത്തുണ്ടായിരുന്നല്ലോ, എന്നിട്ടെന്താ പിടിക്കാഞ്ഞേ? നീലടി പറഞ്ഞത് അവനകത്തില്ലാന്ന്. ആ, ഞാൻ കണ്ടില്ല അവനകത്തോട്ട് പോകുന്നത്. എന്നാ നിങ്ങളെ സംശയം ശരിയായിരുന്നു, അവനകത്തുണ്ടായിരുന്നു. എന്നാ അവനെ പിടിച്ചിട്ട് തന്നെ കാര്യം. ഏയ് നിക്ക്. ഇനി എവിടെ പോവാ? അവൻ അതിനകത്തുണ്ടെന്ന് നീയല്ലടി പറഞ്ഞത്. ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത്, ഇപ്പഴില്ല. പിന്നെ അവൻ എവിടെ പോയി? പുറത്തു പോയി. പുറത്തോ? അവൻ വേറെ മുറി ഒളിച്ചിരിക്കുമായിരുന്നോ? അവൻ ആ മുറി തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ട് മണ്ടന്മാരല്ലേ അങ്ങോട്ട് കയറിപ്പോയത്, കാണേണ്ടത് കാണാത്തവര്. അപ്പൊ നിങ്ങളെയും നിങ്ങളുടെ അനന്തരവന്റെയും കണ്ണിപ്പെടാതെ അവൻ പൊയ്ക്കളഞ്ഞു. സത്യമാണോടി നീ പറയുന്നേ? നിങ്ങളെപ്പോലെ കള്ളം പറയുന്ന നാവല്ല എന്റേത്. അവൻ പിന്നെ എവിടെ കയറിയിരുന്നു? നിങ്ങളുടെ തലമണ്ടയില്. എടി, ഉറപ്പായിട്ടും അവൻ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഞങ്ങള് കുളിമുറിയിലും കട്ടിലിനടിയിലും ഒക്കെ നോക്കിയതാണല്ലോ. അവൻ കതകിന്റെ പിന്നിൽ ഒളിച്ചു കാണും. നിങ്ങൾ അകത്തോട്ട് കയറിയപ്പോഴേ അവൻ ഇറങ്ങിപ്പോയതായിരിക്കും. എന്നാലും അങ്ങനെ ഒരു പോക്കുണ്ടോ? മനുഷ്യ, നിങ്ങൾ അവനെ കൈയോടെ പിടിച്ചാൽ ഞാൻ രക്ഷപ്പെടും. രാത്രി ടോർച്ചടിക്കുന്നത് ദീപനാണെന്ന് നമ്മുടെ മരുമൻ വിശ്വസിക്കും. എന്നാ അതിനുശേഷം അതിന് വലിയ സംഭവങ്ങൾ ഇവിടെ നടക്കും. പിന്നെ എനിക്ക് നിങ്ങൾക്ക് മാത്രമല്ല, ഉണ്ണിക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. അവൻ പോകേ പോട്ടറി. അല്ലെങ്കിൽ തന്നെ കോമാളിയെ പോലെ എത്ര കാലം അവൻ അവൾക്കൊപ്പം കഴിയുന്നത്. പിന്നെ അവനെ പിടിച്ചെന്ന് കരുതി നീ പരിശുദ്ധിയാണെന്നൊന്നും ഞാൻ പ്രഖ്യാപിക്കത്തില്ല. പ്രഖ്യാപിച്ചില്ലെങ്കിൽ എന്റെ നാവിന്ന് വല്ലതൊക്കെ വീഴും കേട്ടോ. പറഞ്ഞോടി പറഞ്ഞോ. അതൊക്കെ കേട്ട് ശീലമായതുകൊണ്ട് എനിക്കിപ്പോ ഒന്നും ഏശത്തില്ല. നമ്മുടെ മോളെ പിണക്കാത്തതാ നമുക്ക് നല്ലത്. എന്റെ കർണക്കുറ്റിക്ക് അടി കിട്ടിയപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ. പിന്നെ നീയും ആവേശത്തോടെ നിന്നതോ? ദീപനെ പിടിക്കാൻ നിനക്കും താല്പര്യമായിരുന്നല്ലോ. എത്രയൊക്കെ ആയാലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവള് വഴിവിട്ട് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് മറ്റെന്തിനേക്കാളും വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാ. അതിന്ന് രക്ഷ നേടാനാ ചില നേരത്ത് മോളുടെ കള്ളക്കളി പിടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് സംശയിച്ചിരിക്കുന്ന മരുമോന. ആ തെറ്റിദ്ധാരണ മാറണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാ സ്വന്തം മോളാണെങ്കിലും അവളെ ഒറ്റുകൊടുക്കാൻ ഞാൻ പലപ്പോഴും തുനിഞ്ഞത്. എന്നാ അപ്പോഴൊക്കെ എനിക്ക് തിരിച്ചടിയേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ണിക്ക് നമ്മുടെ മോൾ എന്താന്ന് കാട്ടിക്കൊടുക്കണം. അവൻ ഈ തറവാട്ടിൽ നിന്ന് പുറത്തു പോയി കണ്ണന്റെ കാല് പിടിച്ചാൽ അവിടെ അവനൊരിടം കിട്ടും. നിങ്ങൾക്ക് എന്തും ചെയ്തിട്ട് ഉടനെ ജയിലിലോട്ട് പോകാം. പിന്നെ ഞാനാ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. നീയും ഇറങ്ങി പോകുമല്ലോ. അടുത്ത തവണ ഞാൻ വരുമ്പോ നിന്നെ കാണാൻ ഞാൻ വിശ്വന്റെ വീട്ടിലേക്ക് വരേണ്ടി വരും. അല്ലെങ്കിൽ
ശോഭനന്റെ. ശോഭനനോ? ഇടയ്ക്കിടയ്ക്ക് ആ പേര് പറയുന്നുണ്ടല്ലോ. ആരാ അവൻ? ശോഭനമായ മുഖമുള്ള ഒരുത്തൻ. വലിയ പ്രായമൊന്നുമില്ല. ചൂണ്ടയിടാൻ മിടുക്കനാ. മീനിനേക്കാളും അവന്റെ ചൂണ്ടയിൽ കൊത്തുന്നതേ പെണ്ണുങ്ങളാ. ഒന്ന് രണ്ടു പേരുടെ പേര് പറഞ്ഞ് എന്നെ ഇപ്പൊ ആക്ഷേപിക്കുന്നുണ്ട്. ഇനി ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഓരോരുത്തന്മാരുടെ പേര് പറഞ്ഞ ഇനി നിങ്ങളായിരിക്കല്ല, ഞാനായിരിക്കും ജയിലിൽ പോകുന്നത്. നിങ്ങളെ കൊന്നിട്ട് ഓരോരുത്തന്മാരങ്ങ് ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അനിയത്തെ കാണാതായ ശേഷം കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഇതെങ്കിലും കുടിക്കേ. അച്ഛനെ വിളിച്ചു അനന്തുവേട്ടാ? വിളിച്ചു. മാളുവിനെ കുറിച്ച് ഒരു വിവരമില്ലെന്ന് അങ്കിള് പറഞ്ഞു. ഞാനിടയ്ക്ക് പൗത്രിയെ വിളിച്ചിരുന്നു. അവളും പറഞ്ഞു മാളു എവിടെയാണെന്ന് അറിയത്തില്ലെന്ന്. ഇനി ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. മറ്റ് അപകടമൊന്നും ഉണ്ടായില്ലെങ്കിൽ അവിടെ കാണും. പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. അമ്മമാര് പെൺമക്കളെ വേണ്ട രീതിയിൽ ഗവനിച്ചില്ലെങ്കിൽ അവർക്കത് വിഷമാവും. അവര് ചെയ്യാൻ പാടില്ലാത്തത് ഓരോന്ന് ചെയ്യുകയും ചെയ്യും. കുഞ്ഞുനാള് മുതല് സാറിന്റെ അനിയനെ വേണോന്ന് പറഞ്ഞ പെങ്കൊച്ചല്ലേ. എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരുത്തി ആ സാറിനെ കറക്കിയെടുത്ത ആ കൊച്ചിന് പിന്നെ അത് സഹിക്കോ? അങ്ങനെയുള്ളവളെയാ എന്റെ അമ്മ ഇപ്പൊ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാ വേണ്ടാത്ത ചിന്തകളൊക്കെ മാളു മോൾക്ക് തോന്നിയത്. ഇനി ചിന്തിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല അനന്തുവേട്ടാ. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തേ പറ്റൂ. അതിനു മുൻപ് എനിക്ക് ഒന്നുകൂടെ അവിടെ പോണം. നീ എന്തിനാ മഞ്ജു അവിടെ പോയി വഴക്കുണ്ടാക്കുന്നത്? എന്റെ വീട്ടിൽ പോയി ഞാനല്ലേ വഴക്കുണ്ടാക്കുന്നത്? അനന്തുവേട്ടൻ വരുന്നില്ലല്ലോ. സാറ് പറഞ്ഞത് ശരിയാ മോളെ. മോളുടെ മനസ്സിപ്പോ ചൂടുപിടിക്കാൻ പാടുള്ള സമയമല്ല. അത് മോളുടെ കുഞ്ഞിനെ ബാധിക്കും. ആ കുഞ്ഞ് ജനിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാ എനിക്കുള്ളത്. എന്നാലും എന്റെ സാറേ, ഇങ്ങനെയുള്ള അമ്മമാരെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല. സാധാരണ പെൺമക്കളെന്ന് പറഞ്ഞ അമ്മമാർക്ക് ജീവനാ. കല്യാണം കഴിഞ്ഞു പോയ ആ സ്നേഹം കൂടെയുള്ളൂ. പക്ഷെ ഇവിടെ മോള് പറഞ്ഞതുപോലെ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. അതാണ് അവളുടെ പ്രാർത്ഥനയുടെ ശക്തി. ആ കാർത്തൂന്റെ അവൾ എവിടെ പോകുന്നോ അവിടെ ഉള്ളവരെ ഒക്കെ വരുതിയിലാക്കും. ദേ, കണ്ണന്റെ കാര്യം തന്നെ നോക്കിയാട്ടെ. സ്വന്തം കുഞ്ഞിനേക്കാളും അവനിഷ്ടം ആ കാർക്കോടകത്തിയാ. എന്റെ അനിയത്തി എന്ന് പറയുന്ന ഒരുത്തിയുണ്ട്. അവൾക്കും അങ്ങനെ തന്നെയാ. കാർത്തൂന്ന് വെച്ചാ അവളും മരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് സാറിന്റെ അനിയൻ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവള് കാലെടുത്ത് വെച്ചില്ല. അതിനു മുമ്പേ മോടെ അമ്മായി അവൾക്കൊപ്പം പടിയിറങ്ങിപ്പോയി. ഇപ്പൊ അമ്മയില്ല, അമ്മായിയമ്മയില്ല മോൾക്ക്. ശരിയാ അനന്തുവേട്ടാ. എന്റെ മാളു ആയിരുന്നില്ല പോവേണ്ടിയിരുന്നത്, അവളായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പച്ചി മാളുവിന്റെ കാര്യത്തിൽ താല്പര്യം എടുക്കുന്നില്ലെങ്കിൽ ഞാൻ അങ്കിളിനെ വിളിച്ചുകൊണ്ട് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം. അങ്കിൾ ഏതായാലും അപ്പച്ചിയെ പോലെ ആവില്ല. അയ്യോ, അദ്ദേഹം ഒരു പാവമായിരിക്കും. അതുകൊണ്ടാ മോടെ അമ്മ ഇങ്ങനെയായി പോയത്. വേറെ വല്ല ആണുങ്ങളുമായിരുന്നെങ്കിൽ കാണായിരുന്നു. ഭാര്യക്കിട്ട് 2 എണ്ണം പൊട്ടിച്ചിട്ട് ഈ കാർത്തൂന്ന് പറയുന്നവളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കിയേനെ. ദേ, അവര് പറയുന്നത് പൂർണ്ണമായിട്ടൊന്നും മനസ്സിൽ കയറ്റണ്ട. കുടുംബകലഹം ഉണ്ടാക്കാൻ ആ നാവിന് നല്ല ശക്തിയാ. അവരെന്നല്ല, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ആരും ഇതൊക്കെ തന്നെ പറയൂ. അത്രയ്ക്ക് മോശപ്പെട്ട അവസ്ഥയിലേക്കാ ഇപ്പൊ എന്റെ അമ്മയുടെ പോക്ക്. പോകണമെന്നും പറഞ്ഞ് കാർത്തു വാശി പിടിക്കല്ലേ? റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ ചെന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നു.
കണ്ണനോട് കാര്യം പറഞ്ഞില്ലേ? അങ്ങോട്ട് പോകുന്നോണ്ട് കുഴപ്പമില്ലെന്നാ പറയുന്നത്. അവിടെ അപ്പച്ചിക്കുണ്ടല്ലോ ഒന്ന്. മാളുവിന്റെ അമ്മയും അമ്മായിയായ ഞാനും നീയും ഒക്കെ പറയുന്നതല്ല കാർത്തോന് വിശ്വാസം. ഇത് തന്നെയാ ആ കുട്ടിയുടെ എല്ലാ വിഷമങ്ങൾക്കും കാരണം. കൊല്ലാൻ വരുന്നവരെ അകത്തിരുത്തി സൽക്കരിക്കും. വ്യക്തമായ കാരണമില്ലാതെ മാൾ ഒരിക്കലും കാർത്തൂനെ സ്നേഹിക്കില്ല. അതിനൊക്കെ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടുമില്ല. മാളു ഇവിടെ വന്നതും കാർത്തൂനെ ചേച്ചിന്ന് വിളിച്ചുകൊണ്ട് സ്നേഹിച്ചതും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷാണ് ഇപ്പൊ കാർത്തൂന്. ഇതുവരെ കാണാത്ത സന്തോഷം. സത്യം പറഞ്ഞ അങ്ങനെയൊക്കെ കാർത്തൂനെ സ്നേഹിക്കുന്ന കൂട്ടത്തിലാ മാളു. നമ്മളൊക്കെ അവളുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് കരുതുകയും ചെയ്തേനെ. അന്ന് ഐസിയുയിൽ വെച്ച് മാളു കാർത്തൂവിനോട് നല്ല രീതിയിൽ പെരുമാറിയെങ്കിൽ. അന്നില്ലാത്ത സ്നേഹം പെട്ടെന്ന് വന്നു എന്ന് പറഞ്ഞാ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. സാറേ, പോയിട്ട് പെട്ടെന്ന് വരില്ലേ? അതെങ്ങനെയാ അമ്മ പെട്ടെന്ന് വരുന്നത്? അവിടെ ചെന്നിട്ട് അവിടുത്തെ സാഹചര്യമൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. എടോ, ഇവിടെ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. രാത്രി വരില്ലെങ്കി വിളിച്ചു പറയണമെന്നാ കണ്ണേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഉടനെ പവിത്രയെടുത്തിയോ കണ്ണേട്ടന്റെ അമ്മയോ വരും. അത് തനിക്ക് പകരാവില്ലല്ലോ. എന്താ സാറേ ഇങ്ങനെയൊക്കെ? അല്ലെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും പോയാ അമ്മയും സാറും പറയുമല്ലോ, മോള് പോയിക്കോ, ആരും കൂട്ടില്ലെങ്കിലും അമ്മയ്ക്ക് കുഴപ്പമില്ലാന്ന്. മോൾ ഇവിടെ ഇല്ലാതിരിക്കുമ്പോഴൊക്കെ പവിത്രിയോ കണ്ണന്റെ അമ്മയോ വരാറ് പതിവാണല്ലോ. അതൊക്കെ ശരിയാ. പക്ഷെ ഇപ്പൊ മോൾ അവിടേക്ക് പോകുന്നത് ഞങ്ങൾക്കൊക്കെ ഭയമാ മോളെ. ഇവന്റെ അപ്പച്ചി പോലും അതിനനുകൂലിക്കുന്നില്ല. പിന്നെ മോൾ ഒരുപാട് വാശി പിടിച്ചതുകൊണ്ടാ എല്ലാവരും വഴങ്ങിത്തന്നത്. എതിർപ്പൊന്നും പറയണ്ട അമ്മ, ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. എന്റെ പ്രാർത്ഥന ഫലിച്ചു, അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ. മാളുവിന്റെ മറ്റുള്ളവരുടെ സ്വഭാവം മാറണമെന്ന് ഞാൻ നിത്യേന ദൈവങ്ങളോട് പറയാറുണ്ട്. എടോ, അങ്ങനെ ഒരു മാറ്റം ഉടനെ ഒന്നും പ്രതീക്ഷിക്കണ്ട. നമ്മുടെ ജീവിതത്തില് പല പല അനുഭവങ്ങളുണ്ടാവും. അതുകൊണ്ടൊന്നും നമ്മൾ പഠിച്ചില്ലെങ്കിൽ ദൈവങ്ങൾ നമുക്കൊപ്പം നിൽക്കുമെന്ന് നിർബന്ധമില്ല. ശരിയാ മോളെ. ദൈവങ്ങള് നേർവഴി കാണിച്ചു തരുമ്പോ അതിന് നേരെ കണ്ണടച്ച അവിടെ നമുക്ക് നഷ്ടങ്ങളെ വരൂ. ഇനി എതിർപ്പൊന്നും പറയണ്ടമ്മേ, ഞങ്ങൾ പോയിട്ട് വരട്ടെ. മോനെ, കാർത്തൂനെ നോക്കിക്കോണേ. അവിടെ എന്നേക്കാൾ ശ്രദ്ധയോടെ കാർത്തൂനെ നോക്കാൻ കാർത്തൂന്റെ അമ്മയുണ്ട്. അമ്മയോ? അത് അമ്മയെന്ന് ഞാൻ പറഞ്ഞത് അപ്പച്ചിയെ. ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചി പറയാറുണ്ട് എന്നെ കാർത്തു അമ്മയെന്ന് വിളിക്കുന്ന ഇഷ്ടമെന്ന്. സ്വന്തം മോളെ പോലെയല്ല ഇപ്പൊ സ്നേഹിക്കുന്നത്. പിന്നെ അങ്ങനെ പറയുന്നതിൽ എന്താ ഇത്ര പുതുമ? ഞങ്ങൾ പോയിട്ട് വരാമേ. അമ്മേ, പോയിട്ട് വരാം. അരുണ്ടപ്പം കാർത്തു അരുണ്ട അപ്പച്ചയുടെ വീട്ടിലേക്ക് പോയി. പോവണ്ടെന്ന് എല്ലാരും പറഞ്ഞാ, പക്ഷെ മോള് കേക്കണ്ടേ? ആ, കേട്ടില്ലെങ്കിലേ അതിന്റെ ദോഷം നിന്റെ കാർത്തൂന് തന്നെയാ. ആ കൊച്ചി കേറി ചെല്ലുന്നതേ മരണത്തിലേക്ക് തന്നെയാ. അങ്ങനൊന്നും പറയാതമ്മേ. എന്റെ പറച്ചില് കേട്ട് ഞെട്ടുന്ന നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. നീ കാർത്തൂരെ പറഞ്ഞ് വിലക്കാത്തതെന്താ? കാർത്തു സഹായിക്കാവുന്ന രീതിയിലേക്ക് മാളുവിനെ സഹായിച്ചില്ലേ കണ്ണേട്ടാ? അതും പോരാഞ്ഞിട്ടാണോ ഇനി ഇങ്ങനെ പുലിമടയിലേക്ക് തന്നെ ചെല്ലുന്നത്? ഞാൻ വിളിച്ചിരുന്നു അരുണേ, എന്നിട്ട് കാർത്തൂന്റെ കയ്യിലോട്ട് കൊടുക്കാൻ പറഞ്ഞു. കൊച്ചു വാങ്ങിയില്ല. അറിയാം, ഞാൻ വഴക്ക് പറയുന്നു. എടാ, നിന്നേക്കാൾ ഇപ്പൊ കാർത്തൂനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം അരുണിനുണ്ട്. ആ കൊച്ചനെന്താ കാർത്തൂനെ വിളിച്ചോണ്ട് പോവാത്തെ? കാർത്തു പോണോന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച അരുൺ അത് കേൾക്കാതിരിക്കില്ല അമ്മേ. കാർത്തൂന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ എല്ലാരും പഠിക്കൂ. എടാ കണ്ണ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ വെറുതെ ഇരിക്കുവോ? അതോടെ ബന്ധങ്ങളൊക്കെ തീരില്ലേ? നീ ഈ പറയുന്ന അരുണിനെ അവന്റെ അപ്പച്ചിയൊക്കെ നീ വെറുതെ വിടുവോ? കാർത്തൂന് ആപത്ത് വരരുതെന്ന് നമ്മളെ പോലെ തന്നെ ആഗ്രഹിക്കുന്നവരാണ് അരുണും അരുണിന്റെ അപ്പച്ചിയൊക്കെ. അരുണെ കെട്ടിയോനാ. അപ്പച്ചിയുടെ കാര്യത്തിലെ ഇപ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല.
അവരുടെ മോൾക്ക് കാർത്തു കരള് കണ്ടിച്ചു കൊടുത്തപ്പോ അവര് വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ തടഞ്ഞില്ല. അതിന്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞതല്ലേ അമ്മയോട്. ഞാനും ആ കാര്യത്തില് കാർത്തൂനൊപ്പം നിന്നതാ. അത് തെറ്റായിപ്പോന്ന് എനിക്കിപ്പോഴും തോന്നിയിട്ടുമില്ല. എടാ, കരള് കൊടുത്തവളുടെ കഴുത്ത് കണ്ടിക്കുന്നവളാണ് ഈ മഞ്ജു ഈ മാളും ഒക്കെ. കാർത്തു അവിടെ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ പിന്നാലെ ഓടിയെത്തും അവളുടെ ചേച്ചി. രണ്ടുപേരും കൂടി എന്റെ ദൈവമേ ആ കൊച്ചിന്റെ കഴുത്തെ പിടിച്ച് ഞെക്കുമല്ലോ. വലിയ വീതിയുള്ള കഴുത്തൊന്നുമല്ല, കോഴിക്കുഞ്ഞിന് ഞെക്കുന്ന പോലെ പിടിച്ച് ഞെക്കാലോ. കണ്ണേട്ടാ, ഓപ്പറേഷൻ കഴിഞ്ഞ് മുറിവ് കരിയുന്നതിന് മുമ്പ് ഓടിപ്പിടിച്ച് മാളു കാർത്തൂനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലെന്തോ ഉറപ്പിച്ചോണ്ടാ. അത് മനസ്സിലാക്കാതെയാ കാർത്തു മാളുവിനോട് ഈ സ്നേഹമൊക്കെ കാണിക്കുന്നേ. മാളുവിന് നമ്മള് ഭയന്നേ പറ്റൂ കണ്ണേട്ടാ. അതെ, എനിക്കും ഭയമുണ്ട് നിങ്ങളെക്കാളൊക്കെ. പക്ഷെ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു തിരുത്താൻ പറ്റുന്ന സ്വഭാവമല്ലല്ലോ കാർത്തൂന്റെ. അവളെ തിരുത്താൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. നീ അതിന് ശ്രമിക്കുന്നില്ല. ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ കാർത്തൂനൊരു ആപത്ത് വന്നാൽ നമ്മളെ പോലെയൊക്കെ തന്നെ നഷ്ടം അരുണിനും അരുണിന്റെ അപ്പച്ചിക്കും ഒക്കെ ഉണ്ട്. ആ ബോധമുള്ളവര് കാർത്തൂന് ചുറ്റും ഒരു വലയം തീർക്കുമെന്നാ എന്റെ വിശ്വാസം. പിന്നെ അവരെല്ലാം കാർത്തൂന് ചുറ്റും അങ്ങ് വലയെറിഞ്ഞേക്ക് വന്ന് ജീവനുള്ള വലയായിരിക്കും. അവസാനം കാർത്തൂനെ അവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് മാത്രം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്താ ചെയ്തോ ഇനി. കാരണമൊന്നും കൂടാതെ മാളു ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. കാർത്തൂനോട് അവൾക്ക് സ്നേഹം തോന്നണമെങ്കിൽ അത് ഹോസ്പിറ്റലിൽ വെച്ച് വേണമായിരുന്നു. അന്ന് അങ്ങനെ ചെയ്യാതിരുന്നോള് ഇപ്പൊ കാട്ടിക്കൂട്ടുന്നതൊക്കെ നാടകമല്ലേ. അതിലെനിക്കും തർക്കമൊന്നുമില്ല അച്ഛാ. പക്ഷെ കാർത്തൂന്റെ സ്വഭാവം പേടിക്കേണ്ടത് ഒരു തരത്തിലും നമ്മൾ ആരും പറയുന്ന ആ കുട്ടി കേൾക്കേയില്ല. എനിക്കാണെങ്കിൽ കാർത്തൂനെ മാളു എന്തെങ്കിലും ചെയ്യുമെന്ന് ഓർത്തിട്ട് മനസ്സമാധാനവും പോയി. എനിക്കും വീട്ടിലിരുന്നിട്ട് ഒരു സ്വസ്ഥതയും കിട്ടിയില്ല. അതുകൊണ്ടാ ഓടി വന്നത്. അവര് വന്നു. ഇനി അച്ഛനൊന്ന് സംസാരിക്കാം. നീ എന്തിനാ മോനെ കാർത്തൂനും കൂട്ടി ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വരണമെന്ന് നിർബന്ധം പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എത്ര പറഞ്ഞിട്ട് ഇയാൾ കേൾക്കുന്നില്ല. എന്താ മോളെ ഇത്? കഴിഞ്ഞു പോയ സംഭവങ്ങളൊക്കെ മോളുടെ മനസ്സിൽ തന്നെ ഉണ്ടല്ലോ. ഐസിയുവിൽ കയറി അവളെ കണ്ടപ്പോ മോളെ അവള് തള്ളി പറഞ്ഞു. എന്നിട്ട് അതെല്ലാം മനസ്സിലൊതുക്കിയിട്ട് മാളു സ്നേഹത്തോടെ പെരുമാറിയെന്ന് ഞങ്ങളെയൊക്കെ വിശ്വസിപ്പിച്ചു. അന്ന് അവൾക്കില്ലാത്ത സ്നേഹം ഇപ്പോഴുണ്ടാവുമോ? മനുഷ്യന് മാറാൻ ഒരു നിമിഷം മതിയല്ലോ മുത്തച്ഛ. ഞാൻ വളർത്തിയ എന്റെ മക്കൾക്ക് അങ്ങനെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ല. എന്നിട്ട് അപ്പച്ചി മാറിയതോ? ഇവള് മാറിയതിന് പിന്നിലൊക്കെ പല കഥകളുണ്ട്. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. മുത്തശ്ശനും അപ്പച്ചിയൊക്കെ മാളുവിനെ ഒരുപാട് ഉപദേശിച്ചു കാണില്ലേ? അതുകൊണ്ടായിരിക്കും മാളു ഇങ്ങനെ മാറി ചിന്തിച്ചത്. അതല്ല ശരി. മഞ്ജു മാളുവിനെ ഉപദേശിച്ചു കാർത്തൂനെ സ്നേഹിക്കാൻ. എന്നിട്ട് തരം കിട്ടുമ്പോ കൊല്ലാനും പറഞ്ഞു കാണും. ഈ കേട്ടതാണ് മോളെ സത്യം. അതിനെയാണ് ഞങ്ങൾ ഭയക്കുന്നതും. എന്നെ കൊന്ന മാളുവിന് സമാധാനം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ. എന്നാലും സ്നേഹത്തോടെ അരികിലോട്ട് വരുന്ന മാളുവിനെ കാണാതിരിക്കാൻ എനിക്കാവില്ല. മോളെ കാണാതിരിക്കാൻ ഞങ്ങൾക്കും. മോൾ എന്നും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. എനിക്കൊന്നും സംഭവിക്കില്ല മുത്തച്ഛ. അന്ന് ദീപാവലിയുടെ അന്ന് മോൾ ഇതുപോലെ ഒരുപാട് സന്തോഷിച്ചതാ. മാളുവിന്റെ സ്നേഹം കണ്ടിട്ട്. പിന്നീടുണ്ടായ ദുരന്തം ഓർമ്മയുണ്ടല്ലോ. മാളുവിന് വേണ്ടി ഞാൻ മരിക്കാൻ പോലും തയ്യാറാ മുത്തച്ഛ. അതുകൊണ്ടാണ് കരള് ദാനം കൊടുക്കാൻ എനിക്ക് ഒരു ഭയവും ഇല്ലാതിരുന്നത്. അതുകൊണ്ട് എനിക്ക് മാളുവിന്റെ മുന്നിലേക്ക് പോകാൻ ഒരു പേടിയുമില്ല. സാറിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് എതിർപ്പുണ്ടായി. കണ്ണേട്ടനും എതിർത്തു. ഇനി മുത്തശ്ശനും അപ്പച്ചിയും കൂടി മാളുവിനെ കാണണ്ടെന്ന് പറയണ്ട. നീയാണ് കാർത്തൂന്റെ ഭർത്താവ്.
ഞങ്ങളെക്കാൾ മോളുടെ മേൽ അധികാരമുള്ള ആള്. പിന്നെ നിനക്ക് വിലക്കിക്കൂടെ നിന്റെ ഭാര്യയെ? അപ്പച്ചി, ഞാൻ പറഞ്ഞ അയാൾ കേൾക്കണ്ടേ? ഞാൻ കാർത്തൂൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് വന്നേനെ. അത് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. ഇനി അപ്പച്ചി ശ്രദ്ധിച്ചാ മതി. ഞാനിവിടെ ഉണ്ടാവും. മോക്കൊരാപത്ത് വരാതെ നോക്കിക്കോളാം. പിന്നെ നമ്മളെല്ലാവരും ഉള്ള സമയത്താണ് വലിയൊരു ദുരന്തം ഉണ്ടായത്. അതുകൊണ്ട് കാർത്തുവിനെ പറഞ്ഞ് തിരുത്തുന്നത് തന്നെയാണ് നല്ലത്.